മലവെള്ളം വീണ്ടും പുഴ കുതിച്ച് പുഴയിലും വെള്ളം ആ രീതിയിലാണ് പുഴ ഒഴുകുന്നത്. ഇതെല്ലാം രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാണ്. വീണ്ടും അപകടമുണ്ടാകാമോ എന്ന ഭീഷണിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ദേവനാണ് ആ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ദേവൻ, ഇപ്പോൾ ഏകദേശം 6 മണിയാകാനായിരിക്കുന്നു. നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെക്കുമോ അതോ ഏതെങ്കിലും രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുമോ? നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏകദേശം വൈകുന്നേരമാകുന്നതോടു കൂടി വെളിച്ചത്തിൻ്റെ അഭാവം ആരംഭിക്കുന്നതോടു കൂടി തന്നെ ആയിരിക്കും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക, ഈ തെരച്ചിൽ നടപടികൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ ഏതായാലും രാവിലെ മുതൽ തുടർന്ന രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ നടപടികൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ, ഈ മുണ്ടക്കയത്ത് മുകളിലേക്ക് എത്തിക്കാനായിട്ട് രക്ഷാദൗത്യത്തിന് കഴിഞ്ഞു. അതുപയോഗിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വൈകുന്നേരത്തോടുകൂടി, ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഈ ഇന്നലെ ഉരുൾപൊട്ടി വന്ന ഭാഗത്ത് ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള ആ വഴികളെല്ലാം തന്നെ ഈ ഹിറ്റാച്ചികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പാറക്കഷ്ണങ്ങളും എല്ലാം നീക്കം ചെയ്തുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക ഗതാഗത സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ മുകളിലേക്ക് എത്തിച്ചത്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി വേഗത കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെ ഈ NDRF-നായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനുമെല്ലാം തന്നെ ഈ അവരുടെ ഉപകരണങ്ങളെല്ലാം മുകളിലേക്ക് എത്തിക്കുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ താഴെ ചൂരൽമലയിലെ പാലം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വലിയ ഉപകരണങ്ങളെല്ലാം തന്നെ ിൽ ഒരു തടസ്സം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കയ്യിൽ കരുതാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം മാത്രമായിരുന്നു നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെയും അവർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം ഒരുക്കിയതിനു ശേഷം ഈ JCB അടക്കമുള്ള ഉപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുകയും ഈ തെരച്ചിൽ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഉച്ചയ്ക്ക് ശേഷം ഈ മുണ്ടക്കയ മേഖലയിൽ ശക്തമായ ഒരു മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ രാത്രിയിലുമൊക്കെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു രക്ഷാദൗത്യത്തിനും അല്ലെങ്കിൽ തെരച്ചിൽ നടപടികൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കുമെന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും ഇന്ന് പൂർത്തിയാക്കേണ്ടതായിരുന്നു. അതിൻ്റെ നിർമ്മാണവും ഏകദേശം പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെയോടുകൂടി ആ ബെയിലി പാലത്തിൻ്റെ, സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി കൂടുതൽ യന്ത്രോപകരണങ്ങൾ ഈ മുണ്ടക്കയ മേഖലകളിലേക്കെല്ലാം മുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുള്ള ഒരു ശ്രമം കൂടി ഇന്നിപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മുണ്ടക്കയ മേഖലയിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു വീട് അതൊരു 2 നില വീടായിരുന്നു. ആ വീടിൻ്റെ താഴത്തെ നില മുഴുവനായും മണ്ണിനടിയിൽ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു വീടിൻ്റെ മുകൾ വശം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മണ്ണിന് മുകളിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഈ ഒരു മുണ്ടക്കയ മേഖലയിലെല്ലാം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടെ ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ അവിടെ നടത്തുന്നത്. നമുക്ക് നേരത്തെ അവിടെ അതിൻ്റെ സമീപമുണ്ടായിരുന്ന മറ്റൊരു വീടും ഇതുപോലെ തന്നെ അത് പക്ഷേ ഈ ആർമിയുടെ എല്ലാം നേതൃത്വത്തിൽ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലെല്ലാം ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ അവിടെ നിന്നും തന്നെ നമുക്ക് 2 മൃതദേഹങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഈ വീട്ടിലേക്ക് പക്ഷേ ഇത്തരം ഉപകരണങ്ങൾ എത്തിച്ചാൽ മാത്രമേ അവർക്ക് തിരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു 2 നില വീടിൻ്റെ മുഴുവനായും അടിയായി പോയ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ നിലയാണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ താഴത്തെ നിലയിൽ കുടുങ്ങിപ്പോയിട്ടല്ല അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോയ ആളുകളുടെ മൃതദേഹം കണ്ടെത്താനും ഒക്കെ ഈ സംഘത്തിന് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ വശത്തായി കാണുന്ന മറ്റൊരു വീട്ടിലും ഇതുപോലെ തന്നെ
ഒരുപക്ഷെ ഒരു മൃതദേഹം അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു വിവരമൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിലെല്ലാമാണ് ഇപ്പോൾ ഈ മുണ്ടക്കയം മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലതുവശത്ത്, ആ ഇടതുവശത്തായി കാണുന്ന അവിടെയും ഒരു വീട് ഉണ്ടായിരുന്നതാണ്. ആ വീടുമെല്ലാം കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചു പോയിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഉച്ചയ്ക്ക് നടത്തിയ ആ ഒരു തെരച്ചിലിൽ നമുക്കൊരു ഒരു കുട്ടിയുടെ മൃതദേഹം ഉൾപ്പെടെ നമുക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ ഇവിടുത്തെ ഈ മുണ്ടക്കയം മേഖലയിൽ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ അതിന്റെ ആ ഒരു ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മേഖലയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ കാണുന്ന മലയിൽ നിന്നുണ്ടായ ഇന്നലെ ഉണ്ടായ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ ആ മലയുടെ തന്നെ മലയുടെ വലതുവശത്തേക്ക് വന്ന ആ ഒരു മലവെള്ള പാച്ചിൽ അവിടെ ഇടിച്ചതിന് ശേഷം ഈ കാണുന്ന ഈ വീടുകളെല്ലാം നിൽക്കുന്ന ഇടതുവശത്തേക്കായി ഗതി മാറി വന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞത്. നേരെ താഴേക്ക് പതിക്കുന്നതിന് പകരം ആ ഒരു മല അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു ആഘാതം മുഴുവനായും ഈ പാറക്കഷ്ണങ്ങളും ഈ മണ്ണും എല്ലാം നേരെ ഒലിച്ച് ഈ ഒരു വശത്തേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന നിരവധി വീടുകൾ ഉണ്ടായിരുന്ന ഒരു മേഖല കൂടിയാണ്, ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകൾ മാത്രമല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, മറ്റ് വീടുകളും എല്ലാം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. അവയെല്ലാം തന്നെ മണ്ണിനടിയിലേക്ക് പോവുകയും ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ഒക്കെയാണ് ഈ ഒരു അപകടം മൂലം ഉണ്ടായത്. അത്ര ആഴത്തിൽ അത്ര ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ ആ ഒരു അർത്ഥത്തിൽ ഭയങ്കര ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് ഈ മുണ്ടക്കയം മേഖലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചിട്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ട് അതെ, ദേവൻ പറഞ്ഞതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ അവിടെ നിന്നും കണ്ടത്. രാവിലെ മുതൽ കണ്ടുകൊണ്ടിരുന്നതും ആ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ മുതൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അതിഭീകരമായിരുന്നു. ഇന്നാണ് ശരിക്കും ആ ദുരന്തത്തിൻ്റെ ഒരു നേർചിത്രം, യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിയത്. അവിടെ മന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ വളരെയധികം പ്രവർത്തന സജ്ജമായിട്ട് അവിടെ ഉണ്ട്. അവിടേക്കാണ് ആളുകൾ എത്തുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട ആളുകൾ അവിടെ അവിടുത്തെ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതെത്തി ബന്ധുക്കൾ തിരിച്ചറിയുന്ന മുറയ്ക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടികളും അവിടെ നടക്കുന്നുണ്ട്.